നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ സെഷനിലാണ് ഇപ്പോഴുള്ളത്. നമുക്ക് നേരത്തെ രണ്ട് സെഷനിലും കണ്ടതുപോലെ ദ പ്രസൻറ്റേഷൻ ഓഫ് ദ സൺ ഓഫ് ഗോഡ് ഇൻ ജൂഡയ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. നിക്കോദേമൂസുമായി ഈശോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മളിപ്പോഴും ഉള്ളത്. അപ്പോൾ നിക്കോദേമൂസ് ചോദിച്ചൊരു ചോദ്യത്തോടെയാണ് കഴിഞ്ഞ സെഷൻ നമ്മൾ നിർത്തിയത്. പുനർജനനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈശോ നിക്കോദേമൂസിനോട് പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ഗുരുവല്ലേ, ഇതിനെക്കുറിച്ചൊന്നും നിനക്ക് അറിയത്തില്ലേ എന്നുള്ളത്. അപ്പോൾ ആ ചോദ്യം അതിനെ ഒന്ന് വിശകലനം ചെയ്യാം. ഇവിടെ ആ ചോദ്യത്തിനകത്ത് ഒരു ചെറിയ കളിയാക്കലും ചെറിയ കുറ്റപ്പെടുത്തലും ഒരു തമാശയോ കളിയാക്കലോ ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ വിശദീകരണം വരുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ നിക്കോദേമോസ് ഈശോയെ മുഖസ്തുതി കൊണ്ട് തനിക്ക് വിധേയപ്പെടുത്തുവാൻ, ഒന്ന് സുഖിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആ ഭാഗം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നയാളാണ് എന്ന് പറഞ്ഞത് ഒരു ഗുരു എന്ന രീതിയിൽ വന്നിരിക്കുന്നയാളാണ് എന്ന് അംഗീകരിക്കുന്നത് ഒരു ഫരീസിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു അംഗീകാരമാണ്. കാരണം ഞങ്ങൾക്കറിയാൻ മേലാത്ത ഒരു ഗുരുത്വവും ഞങ്ങൾക്കറിയില്ലാത്ത ഒരു അറിവുമില്ല എന്ന് കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഫരീസി, അവരിലെ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നവരിലൊരാൾ, അയാള് നീ തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്ന് വന്നവനാണ് എന്ന് പറയുന്നത് അയാൾ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത് എങ്കിൽ അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. സുഖിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ പോലും അത് ഏറ്റവും അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമോന്നതമായ സുഖിപ്പിക്കലാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയ ഈശോ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്കോദേമൂസിനെ നീ എത്രയുണ്ട് എന്നെനിക്ക് മനസ്സിലായി എന്ന് നിക്കോദേമൂസിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈശോ ഉദ്ദേശിക്കുന്ന ഇതാണ്, നിക്കോദേമൂസിന് തിരുലിഖിതങ്ങൾ കൃത്യമായും അറിയാമായിരുന്നു എങ്കിൽ എന്ന ചോദ്യത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കത് അറിയാൻ അയാൾ ബാധ്യസ്ഥനാണ്. അയാൾ ഫരീസിയാണ്, ഫരീസിയരുടെ ഇടയിലെ ശ്രേഷ്ഠനാണ്, സെൻഹദ്രീനിലെ അംഗവുമാണ്. അപ്പൊ പിന്നെ അതിനേക്കാളും വലിയ ഒരു നിയമജ്ഞൻ അന്ന് ഇസ്രയേലിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇസ്രയേലിലെ ഏറ്റവും പ്രഗത്ഭരായ 70 72 നിയമജ്ഞന്മാരിൽ ചില കണക്കുകളിൽ 70, 71ാമത്തെ അംഗമായിട്ട് പ്രധാന പുരോഹിതൻ, ചില കണക്കുകളിൽ 71, 72ാമത്തെ അംഗമായി പ്രധാന പുരോഹിതൻ. അപ്പോൾ ഇസ്രയേലിലെ ഏറ്റവും പ്രഗത്ഭരായ 72 നിയമജ്ഞരിൽ ഒരാളായവൻ ഇതൊന്നും അറിയുന്നില്ലേ എന്നാണ് ഈശോ ചോദിക്കുന്നത്. കാരണം മുകളിൽ നിന്നും വന്നത് എന്നുള്ള ആ ഒരു ഒറ്റ വാക്ക് മാത്രം, ആ ഒരു ഫ്രേസ് മാത്രം മതിയായിരുന്നു കർത്താവിൻ്റെ ദിനമാഗതമാകുന്നതിനെക്കുറിച്ച്, അന്ത്യദിനങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള പഴയ നിയമ പ്രവചനങ്ങളെല്ലാം അയാളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതിന്. അത്ര കൃത്യമായ സൂചന, 2 വളരെ കൃത്യമായ സൂചനകൾ ഈശോ നൽകിയിട്ടും അയാൾക്ക് അത് മനസ്സിലായില്ല. ഐസയായുടെ പ്രവചനം 32:15 ഐസയ പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് അവരുടെ മേൽ വർഷിക്കപ്പെടുന്നത് വരെ, വിജനദേശം, മരുഭൂമി, ഫലം പുറപ്പെടുവിക്കാത്ത സ്ഥലം ഫലദായകമാകുന്നത് വരെ ഇസ്രയേൽ വീണ്ടും പുനഃസംഘടിപ്പിക്കപ്പെടുകയില്ല, ഇസ്രയേൽ വീണ്ടും ശക്തി പ്രാപിക്കുകയില്ല. ഇപ്പം ഇസ്രയേൽ എന്ത് ഇവിടെ എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്കറിയാം. അതവിടെ ഇരിക്കട്ടെ. നിക്കോദേമൂസിന് അത് മനസ്സിലായില്ലെങ്കിൽ പോലും ഈ ദൈവത്തിൽ നിന്ന് വരുന്നവൻ ദൈവത്തിലേക്ക് ജനത്തെ അടുപ്പിക്കണമെങ്കിൽ അതിനുള്ള കണ്ടീഷൻ എന്താണ് എന്ന് അയാൾക്കറിയാമായിരിക്കണമായിരുന്നു. മരുപ്രദേശം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? അത് ഫലദായകമല്ലാത്ത വിജനമായി കിടക്കുന്ന ഈ വേസ്റ്റ്ലൻഡ്, അത് പശ്ചാത്താപവശ്യമല്ലാത്ത ഇസ്രയേലിൻ്റെ ഹൃദയം, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ ബാപ്റ്റിസത്തെക്കുറിച്ച് ഉള്ള ഒരു ഡിസ്കോഴ്സാണ് ഇപ്പം നടക്കുന്നത്. ബാപ്റ്റിസം എന്നാൽ എന്ത്? ബാപ്റ്റിസത്തിൻ്റെ മാമോദീസായുടെ ആവശ്യകത, ഗുണങ്ങൾ, ഒരു വലിയ ഒരു ഡിസ്കോഴ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ
എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ മാമോദീസായെ പ്രീഫിഗർ ചെയ്യുന്ന, മാമോദീസായെ മുൻകൂട്ടി കൊണ്ടുവന്നിരിക്കുന്ന അഥവാ മാമോദീസായെക്കുറിച്ച് സൂചനകൾ നൽകുന്ന ഭാഗങ്ങളുടെ ഒരു ചാർട്ട് വിശാൽ ഖണ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. Some biblical events that prefigured our baptism in Christ. 1. ഉൽപ്പത്തിയുടെ സമയത്ത് സംഭവിച്ചത്. ആകെ ബഹളമയമായ കോലാഹലമായിരുന്ന ജലോപദ്രവത്തിന്മേല് കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ജീവനും ഓർഡറും വ്യവസ്ഥയും കൊണ്ടുവന്നു. ഖെവോസ് ആയിരുന്നത് സിംഫണി ആയിട്ട് മാറി. അപ്പൊ ഈ പ്രസൻസ് ഓഫ് വാട്ടർ ഓർ വാട്ടർ ടേണിംഗ് ഇൻ ടു ലൈഫ് ഗിവിംഗ് തിങ്, അത്. രണ്ടാമത്തെ പ്രീഫിഗറേഷൻ നോഹയും കുടുംബവും വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടുന്നതും അതുപോലെ തന്നെ അവരുടെ ഭൂമിയുടെ പാപങ്ങൾ കഴുകി നീക്കപ്പെടുന്നതും, ഭൂമിയുടെ തിന്മകൾ. ഇവിടെ ഭൂമിയുടെ തിന്മകൾ എന്നുള്ളത് തിന്മ പ്രവർത്തിച്ചവരെ. അത് രണ്ടാമത്തെ പ്രീഫിഗറേഷൻ. അടുത്ത പ്രീഫിഗറേഷൻ ഇസ്രയേൽ ചെങ്കടലിലെ ജലത്തിലൂടെ മുറിച്ചു കടന്നത്. അത് വെറും ഒരു ജലത്തിലൂടെ മുറിച്ചു കടക്കൽ മാത്രമായിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിന്റെ അടിമത്തത്തിൽ നിന്നും പുതിയ ഉടമ്പടിയുടെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുപോക്കാണ്. ഇതിനെക്കുറിച്ചൊക്കെയാണ് സെന്റ് പോള് ഫസ്റ്റ് കൊറിന്ത്യൻസ് 10-ാം അധ്യായം 1-2 വാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകേണ്ട കാര്യമില്ല. നാലാമത്, പഴയ നിയമത്തിലെ ജലം ഉപയോഗിച്ചിട്ടുള്ള ശുദ്ധീകരണ കർമ്മങ്ങൾ. നമ്മൾ ജെറുസലേം ദേവാലയത്തെക്കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടു, അവിടെ ദ മോൾട്ടൻ സീ എന്ന് പറയുന്ന വലിയ പാത്രത്തിൽ നിന്നും വെള്ളമെടുത്ത് ചെറിയ പാത്രങ്ങളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇത് മൃഗങ്ങളെ ബലിവസ്തുക്കളെ കഴുകുന്നതിന് മാത്രമല്ല, യഥാർത്ഥത്തിൽ പുരോഹിതർ തങ്ങളുടെ ദേഹശുദ്ധി വരുത്തുന്നതിന്, വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദേഹശുദ്ധി വരുത്തുന്നതിന്. ഇത് അയാളുടെ ദേഹം കുളിച്ച് ശുദ്ധിയാണെങ്കിൽ പോലും റിച്വൽ പ്യൂരിഫിക്കേഷന്റെ ഭാഗം കൂടിയാണിത്. അതായത് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർത്താവിൻ വിശുദ്ധ സ്ഥലം എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഒന്നാമത്തെ സെഷനിൽ നമ്മൾ കണ്ടു, ജെറൂസലേം ദേവാലയം എന്ന് പറയുന്നത് സ്വർഗീയ ജെറൂസലേം. സ്വർഗീയ ജെറൂസലേമിനെ മൈക്രോസ്കോപ്പിക് ഫോമാണ് ജെറൂസലേം ദേവാലയം എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള വിശുദ്ധീകരണം എന്നുള്ളത് പോലെ സ്വർഗീയ ജെറൂസലേമിന്റെ മൈക്രോസ്കോപ്പിക് വേർഷനായ ഭൗതിക ജെറൂസലേം, സ്വർഗമായ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള റിച്വൽ ക്ലെൻസിങ്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ, അതായത് ദേവാലയ കാലഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും മൃതരെ സ്പർശിച്ചു കഴിഞ്ഞാൽ, മരിച്ചവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകേണ്ട ക്ലെൻസിങ്ങിന്, അതിലും വെള്ളത്തിൻ്റെ സാന്നിധ്യം. വെള്ളം എന്നുള്ളത് പഴയ നിയമത്തിലെ ഒരു വളരെ റെക്കറിംഗ് ആയിട്ടുള്ളൊരു മോട്ടീഫാണത്. ഇനി ഒരു പ്രീഫിഗറേഷൻ, സിറിയക്കാരുടെ സൈന്യാധിപനായിരുന്ന നാമാനോട് ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങാൻ എലീഷ ആവശ്യപ്പെട്ടത്. ഇതും യഥാർത്ഥത്തിൽ മാമോദീസായുടെ പ്രീഫിഗറേഷനാണ്. പിന്നെ ഹെസ്കിയേലിന്റെ പ്രവചനം, യഹോവ അവന്റെ ജനത്തിന്റെ മേൽ ശുദ്ധജലം തളിക്കും. അത് ഹെസ്കിയേലിന്റെ, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഒരു ഹൃദയം നിങ്ങൾക്ക് നൽകും, എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും.
ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും, നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഇസ്രയേൽക്കാര് ആദ്യമായിട്ട് ഇത് കേട്ടപ്പോ ഒരു പക്ഷേ അവര് കരുതിയിരിക്കാൻ സാധ്യത അവർക്ക് ഇസ്രയേൽക്കാർക്ക് ആ സമയത്ത് ലഭിക്കാൻ പോകുന്ന ഭൗതികമായ രാഷ്ട്രത്തെക്കുറിച്ചാണ് എങ്കിൽ അത് വെറുമൊരു പ്രീഫിഗറേഷൻ മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ നിത്യകാലത്തേക്ക് വസിക്കേണ്ട ദേശം അതല്ല. സ്വർഗീയ ജെറൂസലേമിലേക്കുള്ള പ്രവേശനത്തിന് മുമ്പ് നിർമ്മല ജലം കൊണ്ടുള്ള ദൈവത്തിന്റെ കഴുകൽ. അതുകൊണ്ടാണ് പറയുന്നത് ഇത് മാമോദീസായുടെ പ്രീഫിഗറേഷൻ ആണ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രീഫിഗറേഷൻ 7-ാമത്തേത്, വാഗ്ദാന നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ, പുതിയ ഉടമ്പടിയിലേക്ക് കടന്നപ്പോൾ, ജോർദാൻ ചെങ്കടൽ കടന്ന രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതുപോലെ വാഗ്ദാന പേടകവും വഹിച്ചുകൊണ്ട് വാഗ്ദാന നാട്ടിലേക്ക് ജനം പ്രവേശിച്ചപ്പോൾ ജോർദാൻ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഇവിടെ സംഭവിച്ചത് അവരുടെ പഴയ ജീവിതങ്ങളെ പിന്നിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട്, അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് വാഗ്ദത്ത നാടിന്റെ അവകാശികളായിട്ട് അവർ മാറുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സ്വർഗത്തിലും സംഭവിക്കുന്നത്, സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഭൗതിക ജീവിതത്തെ ഒരു പിന്നിലേക്ക് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കർത്താവ് വാഗ്ദാനം നൽകിയിരിക്കുന്ന നാട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനി അതുകൂടാതെ ഏറ്റവും അടുത്ത് ഈശോയുടെ കാലഘട്ടത്തോട് ഏറ്റവും അടുത്ത് യോഹന്നാൻ മാംദാനായുടെ മാമോദീസ. അവിടെ നമുക്കറിയാം, നമ്മൾ വിശദമായിട്ട് കണ്ടതാണിത്. മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നു. മാനസാന്തരം മാത്രമായിരുന്നില്ല, യോഹന്നാന്റെ എല്ലാ പഠനങ്ങളും ചെന്ന് അവസാനിച്ച, എല്ലാ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും ചെന്ന് അവസാനിച്ചത് എനിക്ക് പിന്നാലെ ഒരുവൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് കർത്താവിൻ്റെ ആ മെസ്സിയാനിക ദൗത്യത്തിലേക്ക് നമ്മളെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു അത്. ഇനി ഡിഡക്കെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തുകൊണ്ട്, ഡിഡക്കെ എന്താ നമുക്കറിയാം, സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥമാണ് ഡിഡക്കെ. പ്രബോധനം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. 120 AD മുൻപ് രേഖപ്പെടുത്തപ്പെട്ടതാണ്. 90 മുതൽ 120 വരെയുള്ള കാലഘട്ടത്തിലാണ് അത് രേഖപ്പെടുത്തപ്പെട്ടത്. അതായത് അപ്പസ്തോലിക പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ട ഡിഡക്കെ അത് വളരെ അധികം പഠിക്കേണ്ട ഒരു സംഗതിയാണ്. നമുക്കത് അങ്ങനെ പഠിക്കാൻ സമയമില്ലെങ്കിലും അതിൽ ഓരോ വാചകവും നമ്മളൊന്ന് വായിച്ചിരിക്കണം. റിഗാർഡിംഗ് ബാപ്റ്റിസത്തെ സംബന്ധിച്ച്, baptize as follows. After first explaining all these points, കുറേ പഠനങ്ങൾ ആദ്യം കാറ്റിക്യൂമെൻസ് എന്ന് പറയുന്ന വിഭാഗം വളരെ കാലങ്ങളിലെ ഒരുക്കത്തിനും പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും സഹജീവികളുടെ മറ്റ് കൂടെയുള്ള ആൾക്കാരുടെ വലിയ ഉപദേശങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ശേഷം മാമോദീസായെ സമീപിക്കുമ്പോഴും ഇതാണ് ചെയ്യേണ്ടത്. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒഴുക്കുള്ള ജലത്തിൽ മാമോദീസ മുങ്ങുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒഴുക്കുള്ള ജലത്തിലല്ലാതെ പള്ളിയിൽ വെച്ച് മാമോദീസ മുങ്ങുന്നത് എന്നുള്ളത്, അതിനെക്കുറിച്ച് 120 AD രേഖപ്പെടുത്തപ്പെട്ട ഡിഡക്കെ പറയുന്നതിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒഴുക്കുള്ള വെള്ളമില്ല എങ്കിൽ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ മാമോദീസ മുക്കുക. തണുപ്പ് വളരെ കൂടുതലാണ് എന്ന് തോന്നിയാൽ ചൂടുവെള്ളത്തിൽ മാമോദീസ മുക്കുക. അത് രണ്ടും ആവശ്യത്തിന് ഒരു ടാങ്ക് പോലെയാണെന്ന് ഉദ്ദേശിക്കുക. അത് രണ്ടും ഇല്ല എങ്കിൽ, but if you have neither, pour water on the head 3 times in the name of the Father and of the Son and of the Holy Spirit. ഇത് രണ്ടുമില്ല എങ്കിൽ ശിരസിൽ 3 പ്രാവശ്യം വെള്ളം ഒഴിക്കുക. അപ്പൊ ഇപ്പൊ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അത്
ചെയ്യുന്നതിനുള്ള സൗകര്യത്തെ പ്രതി മാത്രമാണ്. പക്ഷേ ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരീരമാസകലം മുങ്ങി മാമോദിസ മുങ്ങുന്ന അതേ ഇഫക്റ്റ് തന്നെയാണ്. ആ പ്രവൃത്തിയുടെ ആവശ്യം ഇല്ല എങ്കിൽ തന്നെയും. കാരണം എന്താണ് മാമോദിസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ഒരു സിംബോളിക് ഇഫക്റ്റ് കൂടിയാണ് മാമോദിസയുടെ. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ജെറൂസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദേഹശുദ്ധി വരുത്തിയതുപോലെ ഇവിടെ സിംബോളിക് ആയിട്ടുള്ള ദേഹശുദ്ധി അല്ല, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള യഥാർത്ഥമായ വിശുദ്ധീകരണം സംഭവിക്കുകയാണ്. സിംബോളിക് അല്ല, പ്രീഫിഗറേഷൻ അല്ല. ഇതിനു വേണ്ടിയാണ് പഴയ നിയമത്തിലെ ഈ നൂറുകണക്കിന് സംഭവങ്ങൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടിയിരുന്നത്. ഇനി അടുത്തത്, ഇതൊരു ഒരുക്കത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. മാമോദിസായ്ക്ക് മുമ്പ് ലെറ്റ് ദ ബാപ്റ്റൈസർ ആൻഡ് ദ കാൻഡിഡേറ്റ് ഫോർ ബാപ്റ്റിസം ഫാസ്റ്റ്. മാമോദിസ നൽകുന്ന വൈദികനും മാമോദിസ സ്വീകരിക്കുന്ന മാമോദിസാർത്ഥിയും ഉപവസിക്കട്ടെ. അത് മാത്രമല്ല, മാമോദിസയിൽ പങ്കുചേരുന്നവരും സാധിക്കുന്ന എല്ലാവരും ഉപവസിക്കട്ടെ. അച്ഛനും മാമോദിസാർത്ഥിയും മാത്രം കുമ്പസാരിച്ചാൽ മതി, അല്ല ഉപവസിച്ചാൽ മതിയായിരുന്നെങ്കിൽ നമുക്കൊരു തമാശ ഉണ്ടായിരുന്നു. ഇതിപ്പം നമ്മളും ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിലൊരു റിക്വയർമെന്റ് ഉണ്ട്. കൃത്യമായിട്ടും മാമോദിസാർത്ഥി 1-2 ദിവസമെങ്കിലും, ഇതിന് തൊട്ട് മുമ്പുള്ള 1-2 ദിവസമെങ്കിലും ഉപവസിച്ചിരിക്കണം. ഈ ഉപവാസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്കറിയാം. ഈശോ തന്നെ പഴയ നിയമത്തിലൊരു പാരമ്പര്യമാണ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പൈശാചിക ബാധകൾ ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉപവാസത്തിന്റെ ആ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ ഇൻസ്ട്രക്ഷനുകളിലെല്ലാം പറയുന്നുണ്ട്, വെള്ളം വളരെയധികം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, പിന്നെ കുറച്ചേ ഉള്ളെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, വളരെ കുറച്ചേ ഉള്ളെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, തണുപ്പ് കൂടുതലുള്ള കാലഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്കിലും വെള്ളമില്ലെങ്കിൽ നിങ്ങൾ മണൽ വാരി ഇട്ടോളാൻ പറയുന്ന അങ്ങനെ ഒരു സാഹചര്യം വരുന്നേയില്ല. അപ്പോ മാമോദീസായിൽ ജലം അവിഭാജ്യ ഘടകമാണ്. കുർബാനയില് മുന്തിരി വീഞ്ഞ് അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നത് പോലെ മാമോദിസയുടെ ആവശ്യകതയെക്കുറിച്ച് കാറ്റക്കിസം പറയുന്ന ധാരാളം സ്ഥലങ്ങൾ മാമോദിസയെ കുറിച്ച് തന്നെയാണ്. ഒരു ചാപ്റ്റർ തന്നെ, നമ്മളത് നോക്കേണ്ട കാര്യമില്ല, അത്രയധികം ഉണ്ട്. നമുക്ക് തിരിച്ചു വന്നാല് ഇനി ഇതിന്റെ ഒരു ഫോം ഇതിലേക്ക് വരികയാണ്. ഫോം എന്താണ്, ലിംഗ്വിസ്റ്റിക് ആസ്പെക്റ്റിലേക്ക് വരികയാണ്. Have you noticed that each of Jesus' statements is longer than the previous statement, while each successive remark by Nicodemus gets shorter? അതൊരു വലിയ ഇൻഡിക്കേറ്ററാണ്. ഈശോ ചെറിയ ചെറിയ വാചകങ്ങളിൽ നിന്നും വലിയ വാചകങ്ങളിലേക്ക്, വലിയ വാചകങ്ങൾ കൂടുതൽ അർത്ഥവ്യാപ്തിയുള്ള വാചകങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ആദ്യം വളരെയധികം സംസാരിച്ചിരുന്ന നിക്കോദേമോസിന്റെ വാചകങ്ങൾക്ക് നീളം കുറഞ്ഞു വന്ന് അത് അവസാനം ചെറിയ ഫ്രേസുകളായിട്ട് മാറുകയാണ്. ഹണ്ട് പറയുന്നു, ദ ഗ്രേറ്റ് ഫരീസി ഹാസ് മെറ്റ് ആൻ ഈവൻ ഗ്രേറ്റർ ടീച്ചർ. ഈ പറഞ്ഞത് അങ്ങനെ എന്താണ്, പറഞ്ഞതുപോലെ ഫലിക്കുക എന്ന് പറഞ്ഞതുപോലെ നീ വലിയ ഗുരുവാണ് എന്ന് പറഞ്ഞ് മുഖസ്തുതി പറഞ്ഞത് അത് സത്യമാണ് പറഞ്ഞത് എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നിക്കോദേമോസിന് മനസ്സിലായി, സുഖിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് എങ്കിലും. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. യോഹന്നാൻ 3-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നമ്മൾ പല പ്രാവശ്യം കണ്ട ആ മറ്റൊരു മോട്ടീഫിലേക്ക് നമ്മൾ പോവുകയാണ്. എത്ര പ്രാവശ്യമാണ് ഈശോ ആ ഇരട്ട ആമേൻ നിക്കോദേമോസിനെ ആയിട്ട് എത്ര ഉള്ള ആ സംവാദത്തിൽ ഉപയോഗിക്കുന്നത്? ഇതിന്റെ അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത്? 3-ാം പ്രാവശ്യം ഈശോ ഉപയോഗിക്കുകയാണ് ആമേൻ ആമേൻ.
അപ്പൊ നമുക്കറിയാം ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമോ ഒരു പ്രബോധനമോ ആണ് വരാൻ പോകുന്നത്. ഇനി അവൻ സ്വർഗത്തിൽ നിന്നും വന്നതാണ് എന്ന ഈശോയുടെ ആ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇവിടെ ദൈവീകത വെളിപ്പെടുത്തുകയാണ്. നമുക്കറിയാം ഈ അധ്യായത്തിന് തന്നെ ഉദ്ദേശം യൂദയായിക്ക് വെളിപ്പെടുത്തുകയാണ് യേശോയെ, സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് മാൻ. അപ്പൊ ഇവിടെ ആ ഡിവിനിറ്റി ഈശോ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ലാത്ത വിധം ഒരു ഫരീസ്യ ഗുരുവിന് ഒരു സംശയവും ഇനി ഉണ്ടാകാൻ ഇടയില്ലാത്ത വിധം വെളിപ്പെടുത്തുകയാണ്. അഥവാ അവൻ ശ്രദ്ധിച്ചിരുന്നു എങ്കിൽ അവന് മനസ്സിലാക്കാവുന്നത് പോലെ. As Moses lifted up the snake in the desert, so must the Son of Man be lifted up, so that everyone who believes may have eternal life in him. അപ്പൊ ഇതേത് പഴയ നിയമ സംഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ഇത് പലപ്പോഴും വലിയ തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു വിശുദ്ധഗ്രന്ഥ ഭാഗമാണ്. വിഗ്രഹാരാധനയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രബോധനമല്ലേ ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. പഴയ നിയമം എന്നത് നിഴൽ മാത്രമാണ് എന്നും പുതിയ നിയമത്തിൽ സംഭവിക്കാനിരിക്കുന്ന ക്രിസ്തു വരുന്ന സമയത്ത് സംഭവിക്കേണ്ട, ലോകത്തിന് ഇതുവരെയും സംലഭ്യമല്ലാതിരുന്ന ദൈവത്തെ മനുഷ്യന് കൈതൊട്ടറിയാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നത്തെ ആ കൈതൊടലുകൾക്ക് ഉള്ള പ്രീഫിഗറേഷനുകളായിരുന്നു പഴയ നിയമത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും. ആകസ്മികമായി സംഭവിച്ചു പോയതല്ല. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പിന്നെ അവർ ഏതോം ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിന്റെ മനസ്സ് ക്ഷീണിച്ചു. ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല വെള്ളവുമില്ല. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. ആ ജനത്തെ കടിച്ചു. ഇസ്രയേലിൽ വളരെ ജനം മരിച്ചു. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്നു, ഞങ്ങൾ യഹോവയും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശ ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ മോശയോട്, ഒരു അഗ്നി സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. ഈ പിച്ചള സർപ്പം എന്താണ് എന്ന് നമുക്കറിയാം. അപ്പൊ ഈശോ മരുഭൂമിയിൽ പാമ്പിന്റെ കടിയേറ്റ് സർപ്പദംശനമേറ്റ് സർപ്പത്തിന്റെ വിഷമേറ്റ് മരിക്കുന്ന മനുഷ്യർക്ക് രക്ഷയായി താൽക്കാലികമായി യഹോവ മോശയിലൂടെ നൽകിയ മരത്തിന്മേൽ തൂക്കിയിടേണ്ട പിച്ചള സർപ്പം എന്തായിരുന്നു യഥാർത്ഥത്തിൽ അർത്ഥമാക്കിയത് എന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ ഭൗതിക ജീവിതത്തിൽ ശാരീരികമായി മനുഷ്യ ശരീരത്തിന്മേൽ ഏൽപ്പിക്കപ്പെടുന്ന വിഷത്തെ, സർപ്പം ഏൽപ്പിക്കുന്ന വിഷത്തെ എങ്ങനെ അതിജീവിക്കണമോ അതുപോലെ തന്നെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മനുഷ്യവർഗത്തിന്റെ മേൽ സർപ്പം ഏൽപ്പിച്ച, പിശാചായ സർപ്പം ഏൽപ്പിച്ച പാപം എന്ന വിഷത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നവരെ ജീവൻ ലഭിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? മരുഭൂമിയിലെ മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന പിച്ചള സർപ്പത്തെ നോക്കിയതുപോലെ ഗാഗുൽത്തായിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈശോയെ നോക്കിയാൽ ജീവൻ പ്രാപിക്കും. വളരെ നമുക്കറിയാവുന്ന അർത്ഥമാണ്. പക്ഷെ അത് തമ്മിലുള്ള അതിൻ്റെ എന്താണ് മൈക്രോസ്കോപ്പിക് വ്യൂ കിട്ടിക്കഴിയുമ്പോൾ എത്ര വലിയ കണക്ഷനാണ് ഇത് തമ്മിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. എന്തിന്? എല്ലാവരും കാണുന്നതിനും അങ്ങനെ അവനിലൂടെ നിത്യജീവൻ സ്വീകരിക്കുന്നതിനും, എല്ലാവരും അവനെ കാണുന്നതിനും അങ്ങനെ നിത്യജീവൻ സ്വീകരിക്കുന്നതിനും. അപ്പോൾ ഈ സംഭവം എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? ഈശോയുടെ കുരിശുമരണത്തെ അത് മുൻകൂട്ടി കാണുകയാണ്, മുൻകൂട്ടി കൊണ്ടിരിക്കുക.
അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ക്രിസ്തുവിനെ നോക്കുക. ഏകപുത്രൻ, പിതാവായ ദൈവത്തിന്റെ ഏകപുത്രൻ, ദൈവപുത്രൻ, അവനോടൊപ്പം ഉയർത്തപ്പെടുക രക്ഷ പ്രാപിക്കാനായിട്ട്, നിത്യമരണത്തിന്റെ പാപദംശനത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി. പഴയ നിയമത്തിലെ ആ കാലഘട്ടങ്ങളിലൂടെയൊക്കെ ഒരുക്കി കൊണ്ടുവന്ന് ഇതെല്ലാം പഠിച്ചിരിക്കുന്ന, കാണാതെ പഠിച്ചിരിക്കുന്ന നിക്കോദേമോസിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിരുന്നു. മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റിയല്ല, എങ്കിലും മനസ്സിലാകേണ്ടതായിരുന്നു. When this happens, we will be cleansed by the purifying water that flowed from the Savior's pierced side. ജലം, അവന്റെ പാർശ്വത്തിൽ നിന്നും ഒഴുകിയ ജലം കൊണ്ട് നാം എല്ലാം വിശുദ്ധീകരിക്കപ്പെടും. അതുകൊണ്ടാണ് 1 കൊറിന്ത്യോസ് 1:23 പറഞ്ഞത്, ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് എന്ന്. ഓരോ ദിവ്യ കുർബാനയിലും ഓരോ വിശ്വാസിയും, this is why Catholic Mass, an image of the crucified Christ must be present. ഓരോ കുർബാനയിലും ഓരോ ക്രൂശിത രൂപം ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. കാരണം ഈശോയുടെ ക്രൂശീകരണമാണ് ഇതിൻ്റെ എല്ലാം ന്യായീകരണം. മനുഷ്യപുത്രൻ ഈശോ ഈ പാസേജിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നു. It is Jesus' favorite messianic title for himself. ഈശോയ്ക്ക് ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള തന്നെക്കുറിച്ച് തന്നെയുള്ള മെസ്സിയാനിക് പേര്, ടൈറ്റിൽ ഇത് തന്നെയായിരുന്നു. 14-ാമത്തെ വാക്യത്തിൽ the title stresses Jesus' humanity. അതേസമയം 13-ാമത്തെ വാക്കിൽ അവന്റെ ദൈവിക ബാക്ക്ഗ്രൗണ്ട്, ദൈവിക ഒറിജിൻ, എന്താണ്, ആരംഭത്തെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് മാനവികതയെ, മാനുഷികതയെ ഊന്നി പറയുമ്പോൾ മറ്റൊന്ന് ദൈവികതയെ ഊന്നി പറയുന്നു. ഇത് ദാനിയേൽ പ്രവാചകന്റെ, കേൾക്കാമല്ലോ അല്ലേ, ഇത് ദാനിയേൽ പ്രവാചകന്റെ ദർശനത്തിന്റെ ഒരു റെഫറൻസ് ആകാം. അതായത് ദാനിയേലിന്റെ 7-ാം അധ്യായം 13-14 വാക്യങ്ങള്, സെൻഹദ്രീന്റെ മുമ്പിൽ അവൻ ചോദ്യം ചെയ്യപ്പെടുന്ന ആ ഭാഗത്തിന്റെ ഒരു മുൻകൂട്ടിയുള്ള മുൻ പ്രവചനം ആകാൻ സാധ്യതയുണ്ട്. ഒരു സെക്കൻഡ്. ഇതാണ് ആ ഭാഗം. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ വന്നു, പുരാതനനായവന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവൻ ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ഈ ദാനിയേൽ പ്രവാചകന്റെ പ്രവചനം യഥാർത്ഥത്തിൽ സെൻഹദ്രീന്റെ മുമ്പിൽ, പ്രധാന പുരോഹിതന്റെ മുമ്പിൽ ഈശോയെ കൊണ്ടുവന്നതാണ്. യഥാർത്ഥത്തിൽ കുറ്റം വിധിക്കുകയാണ് എന്ന് അവർ കരുതുമ്പോൾ യഥാർത്ഥത്തിൽ കുറ്റം വിധിക്കപ്പെടുകയായിരുന്നു അവര്, അഥവാ ക്രിസ്തുവിന് അധികാരം നൽകപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പോവുകയാണ്. 16-17. For this is how God loved the world. He gave his only begotten, monogenes, നമ്മൾ കണ്ടതാണ്.
gave his only son, so that everyone who believes in him may not perish, but may have eternal life. For God sent his son into the world not to judge the world, but so that through him the world might be saved. ലോകത്തെ വിധിക്കുന്നതിന് വേണ്ടി അല്ല ദൈവം പുത്രനെ അയച്ചത്, പിന്നെയോ അവനിലൂടെ രക്ഷ സംലഭ്യമാകുന്നതിന് വേണ്ടിയാണ്. ഈ വിശുദ്ധഗ്രന്ഥത്തിലെ ഏറ്റവും പ്രസിദ്ധമായ വാചകങ്ങൾ ഒന്നാണ് ഇത് എന്നാ പറയുന്നത്. അമേരിക്കയിലും മറ്റും ഈ സ്പോർട്സ് സ്റ്റേഡിയങ്ങളിലൊക്കെ, സ്പോർട്സ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യൻ ഫാൻസ് ഈ വാചകമാണ് എപ്പോഴും കാണിക്കുന്നത് എന്നാണ്. ഫോർ ദിസ് ഈസ് ഹൗ ലോർഡ് ഗോഡ് ലവ് ദ വേൾഡ്, ഹി ഗേവ് ഹിസ് ഓൺലി സൺ സോ ദാറ്റ് എവ്രി വൺ ഹു ബിലീവ്സ് ഇൻ ഹിം മേ നോട്ട് പെരിഷ് ബട്ട് മേ ഹാവ് ഇറ്റേണൽ ലൈഫ്. അതിങ്ങനെ ബാനറുകളായിട്ട് എഴുതി കാണിക്കും പോലും അമേരിക്കയിലൊക്കെ. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രസിദ്ധമായ വിശുദ്ധ വാക്യങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്. What does Jesus mean when he says God the Father did not send him into the world to judge the world? ലോകത്തെ കുറ്റം വിധിക്കാനല്ല അയച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ജീസസ്, യഹോഷ്വ, യാഹ്വേ ഈസ് സാൽവേഷൻ, അതാണല്ലോ അർത്ഥം. was sent into the world to offer us the gift of salvation. ക്രിസ്തുവിന്റെ ആ ഒന്നാം വരവ്, അതിന്റെ ഉദ്ദേശം കുറ്റം വിധിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നില്ല. അതിന്റെ ഉദ്ദേശം രക്ഷ സംലഭ്യമാക്കുക എന്നുള്ളതായിരുന്നു. ആ സംലഭ്യമാക്കിയിരിക്കുന്ന രക്ഷയെ സ്വീകരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. ഇനി സ്വമനസ്സാലെ സ്വയം ആ രക്ഷയെ സ്വീകരിച്ചിട്ടില്ല എങ്കിലോ ജഡ്ജ്മെന്റ് കംസ് ലേറ്റർ, ആൻഡ് ജഡ്ജ്മെന്റ് ഡിപ്പെൻഡ്സ് ഓൺ വെദർ ഓർ നോട്ട് വൺ റിസീവ്സ് ക്രൈസ്റ്റ് ആസ് സേവിയർ. അപ്പോഴാണ് ശിക്ഷാവിധി വരിക. അതുകൊണ്ടാണ് രണ്ടാം ആഗമനത്തോടെ അന്ത്യവിധി സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതിനും കാരണം. അതെന്തുകൊണ്ടാണ്? ഒന്നാമത്തെ വരവിൽ നമുക്ക് സംലഭ്യമായത് രക്ഷ സംലഭ്യമാകുന്നതിന് ആവശ്യമായുള്ള സാഹചര്യമാണ്. അതായിരുന്നു ക്രിസ്തുവിന്റെ ആഗമന ഉദ്ദേശം അവന്റെ ഒന്നാമത്തെ വരവിൽ. അത് ലഭിച്ചു. ഇനി രണ്ടാമത്തെ വരവിലാണ് വിധി. ഞാൻ വന്നിരിക്കുന്നത് വിധിക്കാനല്ല എന്ന് പറയുമ്പോൾ ഒന്നാം വരവിനെ കുറിച്ചും, ആടിനെ ഇടതുഭാഗത്തും വലതുഭാഗത്തും ആയി ചെമ്മരിയാടിനെയും കോലാടിനെയും നിർത്തും എന്ന് പറയുമ്പോൾ രണ്ടാം വരവിനെ കുറിച്ചുമാണ് എന്ന് സാരം. ഇനി 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. പാപികളെയും നല്ലവരെയും, പാപത്തെയും നന്മയെയും, അശുദ്ധിയെയും വിശുദ്ധിയെയും തമ്മിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈശോ ഇവിടെ വേർതിരിക്കുക. To believe in his name is to believe everything that Jesus revealed to us about his true nature, human and divine. ക്രിസ്തുവിൽ അവന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആ പേരിൽ മാത്രമുള്ള വിശ്വാസമല്ല. ഈശോ പഠിപ്പിച്ചതെല്ലാം അനുസരിക്കുക, എല്ലാം സ്വീകരിക്കുക എന്നുള്ളതാണ്. 5ാം സുവിശേഷത്തിന് സാങ്കത്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുകയും നമുക്ക് ഇഷ്ടമില്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യുന്നതിന് സാങ്കത്യമില്ല. അപ്പോൾ ഈ സ്വീകരണത്തിന്റെ ഭാഗമാണ് അവൻ ദൈവപുത്രനാണ്, ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്നത്. അവൻ പ്രവാചകനാണ് എന്ന് പറയുന്നതോ, അവനൊരു നല്ലവനായിരുന്നു എന്ന് പറയുന്നതോ, അവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനായിരുന്നു എന്ന് പറയുന്നതോ ഒന്നും പോരാ. അവൻ ദൈവപുത്രനാണ്, ദൈവമാണ്. അവൻ മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്. നമുക്ക് ജീവൻ ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തത്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം
രക്ഷ സംലഭ്യമാകും. ഇതൊരു പാക്കേജാണ്. ഇതിനകത്ത് ചൂസ് ആൻഡ് പിക്ക് ചെയ്യാനൊന്നുമില്ല. ഇതൊരു ഹോൾ പാക്കേജാണ്. ഈസ് ദർ എനി ഇൻ ബിറ്റ്വീൻ ഇൻ സോ ഫാർ ആസ് ജഡ്ജ്മെന്റ് ഈസ് കൺസേൺഡ്? പകുതി എടുത്ത് പകുതി തള്ളിക്കളയാവുന്ന ഏതെങ്കിലും രക്ഷാമാർഗമുണ്ടോ? കുറച്ചെടുത്ത് കുറെ തള്ളിക്കളയുക, അല്ലെങ്കിൽ കുറെ എടുത്ത് കുറച്ച് തള്ളിക്കളഞ്ഞ രക്ഷാമാർഗമുണ്ടോ? ഇല്ല. ക്രിസ്തുവിനെ തള്ളിക്കളയുന്നതോടുകൂടി രക്ഷയും നിത്യജീവിതവുമാണ് നമ്മൾ തള്ളിക്കളയുന്നത്, ഉപേക്ഷിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ ഇതാണ് പത്രോസും പ്രബോധിപ്പിച്ചത്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് പ്രധാന മൂലക്കല്ലായി തീർന്നു. ഓൺലി ഇൻ ഹിം ഈസ് ദെയർ സാൽവേഷൻ. അവനിൽ മാത്രമാണ് രക്ഷ. For of all the names in the world given to men, this is the only one by which we can be saved. ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കായി നൽകപ്പെട്ടിരിക്കുന്ന സകല നാമങ്ങളിലും ഈ ഒരൊറ്റ നാമമേ ഉള്ളൂ രക്ഷ പ്രാപിക്കുവാനായിട്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തു. മറ്റേത് പേര് വിളിച്ചാലും അത് രക്ഷയ്ക്ക് കാരണമാകുന്നില്ല എന്ന് സാരം. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഇതുവരെയും സുവിശേഷം കേട്ടിട്ടില്ലാത്ത, കേൾക്കാത്തത് കൊണ്ട് ഒരു സ്വീകരണം, ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാത്തവർക്ക് എന്താണ് സംഭവിക്കുക? നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. വളരെയധികം ധാരണ നമുക്കിതിനെക്കുറിച്ചുണ്ട്. അതുകൊണ്ട് വലിയ വിശദീകരണം ആവശ്യമില്ല. അത് സൂചിപ്പിച്ച് നമുക്ക് കടന്നു പോകാം. അങ്ങനെയുള്ള ആൾക്കാർ, ജീവിതത്തിൽ ഒരിക്കലും സുവിശേഷം സംലഭ്യമാക്കപ്പെട്ടിട്ടില്ലാത്തവർ, സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടില്ലാത്തവർ, അത് മനസ്സിലാക്കാത്തവർക്ക് അവരുടെ മനസാക്ഷിയെ പ്രതി, അവർ ജീവിക്കുന്ന സാഹചര്യത്തിലെ സാമൂഹിക വ്യവസ്ഥിതിയെയും നിയമങ്ങളെയും പ്രതി, ഈ സാമൂഹ്യ നിയമങ്ങൾ മാനവികതയ്ക്കെതിരാണ് എങ്കിൽ അതിനെ തള്ളിക്കളയുവാൻ പ്രേരിപ്പിക്കുന്ന പ്രകൃതിയുടെ നിയമങ്ങൾ, ഈ പ്രകൃതിയുടെ നിയമങ്ങളിൽ നിന്നാണ് സകല രാഷ്ട്ര നിയമങ്ങളും ഉണ്ടാകേണ്ടത്. നാച്ചുറൽ ലോ എന്ന് പറയുന്ന നിയമത്തിന്റെ ഏറ്റവും പ്രോട്ടോടൈപ്പ്, സകലരുടെയും ഹൃദയഭിത്തികളിൽ ഞാൻ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ നാച്ചുറൽ ലോ ഒരു മനുഷ്യനെ ഗവേൺ ചെയ്യേണ്ടതാണ്, നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാനായിട്ട്. അയാൾ ജീവിക്കുന്ന സാഹചര്യം എന്തായാലും, ഏത് പ്രബോധനം വന്നാലും അത് മാനവികതയ്ക്കെതിരാണ് എങ്കിൽ അത് മനസ്സിലാക്കുവാനുള്ള ഒരു പ്രചോദനം എല്ലാ മനുഷ്യരിലുമുണ്ട് എന്ന് സാരം. അതിൻ്റെ വിളിക്ക് മറുവിളി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിനാൽ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ, അത് മനസ്സിലാകാത്തതിനാൽ സ്വീകരിക്കാത്തവർക്കും രക്ഷ സംരഭ്യമാണ്. ഇത് എളുപ്പമാണോ? എളുപ്പമല്ല. എന്തുകൊണ്ടാണ്? Consciences can be eroded by sin to the point where a conscience will no longer be aware of the degree of wickedness. ഇതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ആ സത്യം. നമ്മൾ പറയുമല്ലോ, ഈ തിളച്ച വെള്ളത്തിലേക്ക് തവള എടുത്തിട്ടാൽ ഒരു നിമിഷം കൊണ്ട് അത് പുറത്തിയാടി രക്ഷപ്പെട്ടു പോകും. പക്ഷെ സാവധാനമാണ് വെള്ളം ചൂടാക്കുന്നതെങ്കിൽ തവള ആ വെള്ളത്തിൽ കിടന്ന് മരിച്ചു പോകും. ഫ്രാൻസിസ് അസീസി പറയുന്ന ഉദാഹരണം, വളരെ വിശുദ്ധമായിരിക്കുന്ന വെള്ളവസ്ത്രത്തിൽ ഒരു ചെറിയ കറ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കാണാം. പക്ഷേ കുറേ കാലം ആ കറ കഴുകിക്കളയാതിരുന്നാൽ മറ്റ് ചെറിയ കറകൾ വീണ്ടും വീണ്ടും പറ്റും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ആ വസ്ത്രം ആസകലം അത്രമേൽ കറ പിടിച്ചിരിക്കുന്നതായതുകൊണ്ട് പിന്നെ അതിൽ ചെളി പറ്റിയാൽ ചെളി പറ്റിയതായിട്ട് തോന്നുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ടാണ് രക്ഷയുടെ സുവിശേഷം ലോകം മുഴുവൻ വെളിപ്പെടുത്തപ്പെടേണ്ടതിന്റെ ആവശ്യകത. നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, അവന്റെ മനസാക്ഷിയെ പ്രതി അവൻ രക്ഷ പ്രാപിക്കുമെങ്കിൽ സുവിശേഷം എന്തുകൊണ്ട് പ്രഘോഷിക്കണം എന്നുള്ള പ്രശ്നം. ഒരുപക്ഷെ 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ പ്രായോഗിക ഡിസ്കഷനുകളിൽ ഒന്ന് ഇതായിരുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിൽ രക്ഷയുടെ മാർഗമായി ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചപ്പോൾ ഇവാഞ്ചലൈസേഷൻ എന്ന പ്രഥമ ദൗത്യത്തിൽ നിന്നും സഭ പിന്നിലേക്ക് പോയി എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഒരു സംശയവുമില്ല കാര്യത്തിൽ. കാരണം അതിന് തൊട്ട് മുമ്പുള്ള ഒരു നൂറ്റാണ്ടിലാണ് യഥാർത്ഥത്തിൽ സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വളർച്ച ഉണ്ടായത്. ഒരുപക്ഷെ നമുക്കതിനെക്കുറിച്ച് അറിയില്ല. നമ്മുടെ വിചാരം ആദിമ നൂറ്റാണ്ടുകളിലാണ് സഭ ഏറ്റവും കൂടുതൽ വളർന്നത്, അല്ലെങ്കിൽ മധ്യകാലഘട്ടങ്ങളിലാണ് സഭ ഏറ്റവും കൂടുതൽ വളർന്നത്. തീർച്ചയായും അല്ല.
18-19 നൂറ്റാണ്ടുകളിലാണ് സഭ ഏറ്റവും അധികം വളർന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ഇതൊരു യാഥാർത്ഥ്യമാണ്. ശരിയായിട്ടാണോ തെറ്റായിട്ടാണോ ആൾക്കാർ മനസ്സിലാക്കിയത് എന്നുള്ളതാണ് പ്രശ്നം. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവാഞ്ചലൈസേഷനിൽ നിന്നും നമ്മുടെ ഫോക്കസ് മാറിപ്പോയി. അതിന് കാരണം ഒന്ന് ഇതായിരുന്നു: സുവിശേഷം സ്വീകരിക്കുന്ന സാഹചര്യം ഇല്ലാത്തയിടത്ത് അയാൾ മനസാക്ഷി അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷ പ്രാപിക്കും എന്നുണ്ടെങ്കിൽ സുവിശേഷം പ്രഘോഷിച്ചതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് വളരെ കൃത്യമായ മറുപടി അതിനുണ്ട്. ഉണ്ടായിരിക്കണം, ബോധ്യമുണ്ടാവണം നമുക്ക്. ക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല. ക്രിസ്തുവിലൂടെ രക്ഷ സംലഭ്യമാണ് താനും. ക്രിസ്തുവിലൂടെ രക്ഷ ഉറപ്പാക്കി എന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. എന്നാൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കപ്പെടാത്ത ദേശങ്ങളിൽ രക്ഷയുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ സാധ്യമായ സാഹചര്യമില്ല. ഒരിക്കലും നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല. ഒന്നുറപ്പാണ്, മറ്റതങ്ങനെ സംഭവിക്കാം. ഇതാണ് തമ്മിലുള്ള മാറ്റം. ക്രിസ്ത്യൻ ചാരിറ്റിയെ പ്രതി, ക്രിസ്തീയ പരസ്നേഹത്തെ പ്രതി സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ ഒരു ധാരാളിത്തമല്ല. സുവിശേഷം പ്രഘോഷിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം എന്ന് സെന്റ് പോൾ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: ചാരിറ്റിയെ പ്രതി സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതൊരു ഫ്രീ ടൈമിൽ ചെയ്യേണ്ട സംഗതിയല്ല എന്ന് ചുരുക്കം. ഇരുട്ട് കൂട്ടി തൻ്റെ അടുത്തേക്ക് വന്ന നിക്കോദേമോസിനോട് എന്ത് ചെയ്യാനാണ് ഈശോ പറയുന്നത്? ഫുൾട്ടൻ ജേഷീൻ നിക്കോദേമോസിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിന് ആ വൺ ലൈനേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ ഫേമസ് ആണല്ലോ അദ്ദേഹത്തിന്റെ. അദ്ദേഹം പറയുന്ന ഇരുട്ടിന്റെ ശിഷ്യൻ. നിക്കോദേമോസിനെ ഫുൾട്ടൻ ജേഷീൻ വിളിക്കുന്നത് ഇരുട്ടിന്റെ ശിഷ്യൻ എന്നാണ്. ഇരുട്ടുള്ളപ്പോഴാണ് നിക്കോദേമോസ് വരുന്നത്, ഇരുട്ട് പരക്കുമ്പോഴാണ് നിക്കോദേമോസ് വരുന്നത്. ഫുൾട്ടൻ ജേഷീൻ പക്ഷെ പറയുന്നുണ്ട്, അവൻ വരുന്നത് കൊണ്ട് ഇരുട്ട് പരന്നതല്ല, ഇരുട്ട് പരന്നപ്പോൾ അവൻ വന്നതാണ് എന്ന്. തമാശയായിട്ട് അദ്ദേഹം പറയുന്നതാണ്. ഈശോയെ കാണാനായിട്ട്, ആദ്യം ഈശോയെ കാണാനായി അവൻ വന്നത് രാത്രിയിൽ. ഇനി വിശുദ്ധഗ്രന്ഥം അവൻ രണ്ടാമത് വരുന്നത് പറയുന്നു, അതും സന്ധ്യയായപ്പോഴ്. ഇരുട്ട് പരന്നുകൊണ്ടിരുന്നപ്പോൾ അവന്റെ മൃതസംസ്കാരത്തിനാണ് പിന്നീട് നിക്കോദേമോസ് വരുന്നത്. അപ്പൊ ഈശോ ഈ ഇരുട്ടത്ത് വരുന്ന നിക്കോദേമോസിനോട് എന്താ പറയുന്നത്? വെളിച്ചത്തിലേക്ക് കടന്നു വരിക. എന്താണ് വെളിച്ചം എന്നുള്ളത്? പാപത്തിന്റെ അന്ധകാരതയിൽ അജ്ഞതയിൽ നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം എന്നുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് രക്ഷ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ എന്നുള്ള ആ വെളിച്ചത്തിന്റെ തിരിച്ചറിവിലേക്ക്, അഥവാ തിരിച്ചറിവിന്റെ വെളിച്ചത്തിലേക്ക് വരിക എന്നാണ് ഈശോ പറയുന്നത്. ആദവും ഹവ്വയും ആദിപാപം ചെയ്തപ്പോൾ, ഏദനിൽ ആദിപാപം ചെയ്തപ്പോൾ അവർക്ക് വ്യക്തിപരമായി എന്ത് സംഭവിച്ചു? അതൊരു ഭാഗം. അവർ ചെയ്ത ആദിപാപത്തിന് ഫലമായി മനുഷ്യവർഗത്തിന് എന്ത് സംഭവിച്ചു? വ്യക്തിപരമായി അവർ ദൈവസന്നിധിയിൽ അഭിശപ്തരായി, ദൈവത്തിന് അസ്വീകാര്യരായി. ദൈവത്തിന് അസ്വീകാര്യരായി എന്നതിനേക്കാൾ അപ്പുറമായി ദൈവസന്നിധിയിൽ നിൽക്കുവാനുള്ള യോഗ്യത അവർക്ക് നഷ്ടപ്പെട്ടു. അയോഗ്യരായി, ഡിസ്ഗ്രേസ്ഡ്. അപ്പൊ അവർക്ക് ജന്മസിദ്ധമായി ലഭിച്ചിരുന്ന കൃപയിൽ നിന്നും അവര് പുറന്തള്ളപ്പെട്ടു. അത് മാത്രമല്ല, ദൈവപുത്രന്മാര് എന്നുള്ള ആ അവസ്ഥയിൽ നിന്നും അവരും അവർക്ക് ജനിക്കാനിരിക്കുന്ന അവരുടെ സന്തതികളും പുറംതള്ളപ്പെട്ടു. അവരിലൂടെ നമുക്ക് ആദിപാപം ജന്മസിദ്ധമായി ലഭിച്ചു. നമുക്ക് ജന്മസിദ്ധമായി ലഭിച്ചിരുന്ന പുത്രസ്വീകാര്യതയ്ക്ക് പകരം പാപത്തിന്റെ പാപത്തിന്റെ ചായ്വ് നമ്മിലേക്ക് വന്നു. അപ്പൊ എന്താണ് ഈ പാപം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത്? ഒറിജിനൽ സിന്നില് സെന്റ് അഗസ്റ്റിനൊക്കെ വളരെ വിശദമായിട്ട് വിശദീകരിച്ചത് ഇതാണല്ലോ. എന്താ അത്? ദൈവകൃപയുടെ അസാന്നിധ്യമാണത്. ദൈവകൃപയുടെ നഷ്ടമാണ് ആദിപാപം എന്ന് പറയുന്നത്. ഓരോ മാരകപാപവും, സംശയമില്ല. അപ്പൊ ക്രിസ്തു എന്തിനാണ് വന്നിരിക്കുന്നത്? നമുക്ക് നഷ്ടപ്പെട്ടു പോയ പുത്രസ്വീകാര്യത തിരിച്ചു നൽകുവാനായിട്ട് ആണ് വന്നിരിക്കുന്നത്. അതിലൂടെ, ആ പുത്രസ്വീകാര്യതയിൽ പങ്കുചേരുന്നതിലൂടെ ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുന്നതിനുള്ള, ദൈവ തിരുസന്നിധിയിൽ കടന്നു ചെല്ലുന്നുള്ള അവകാശം നൽകാനായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രവുമല്ല, മുമ്പ് നമുക്ക് കൃപയിലാണ് നമ്മൾ, ദൈവകൃപയോടെയാണ് നമ്മൾ ജനിച്ചിരുന്നത് എങ്കിലും അതിനേക്കാൾ എത്രയോ ഉന്നതമായ ഒരു സ്ഥാനമാണെന്നറിയാമോ
ഈ ക്രിസ്തുവിന്റെ വരവോടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര എത്ര അനുഗ്രഹീതമായ വീഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദിപാപത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ആദിപാപത്തിന്റെ അകത്ത് എന്താ അനുഗ്രഹീത എന്ന് ചോദിച്ചാൽ, ദൈവപുത്രനെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ഇടയായ സംഭവമാണ് ആദിപാപം. Which is why in the Latin version of the Easter Vigil, attention is drawn to the happy fall. Happy fall. എത്ര ആനന്ദദായകമായ വീഴ്ചയായിരുന്നു അത് എന്ന് പറയുന്നത്. Which caused us through God's grace to receive the far greater gift of God's Son, Jesus Christ. ആദ്യം നമുക്ക് ഗ്രേസ് ആണ് ഉണ്ടായിരുന്നത് ആദിപാപത്തിന് മുമ്പ് എങ്കിൽ, ആദിപാപത്തിന് ശേഷം നമുക്ക് ദൈവപുത്രനെ നമുക്ക് നൽകിയിരിക്കുന്നു. ഈ ദൈവപുത്രനോ പുത്ര സ്വീകാര്യത നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ ഇതാണ് ആദിപാപം ചെയ്തപ്പോൾ ആദി മാതാപിതാക്കൾക്ക് വ്യക്തിപരമായി സംഭവിച്ചത്, മനുഷ്യവർഗത്തിന് ആകമാനം സംഭവിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവുമായി കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഗ്രേസ് എന്ന് പറയുമ്പോൾ, അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ പുത്രന്മാർ എന്നുള്ള ആ പുത്ര സ്വീകാര്യതയാണ്. ഗ്രേസ് ഈസ് എ പാർട്ടിസിപ്പേഷൻ ഇൻ ഗോഡ്. ദൈവീകതയിലുള്ള പങ്കുചേരലാണ്. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് us into the intimacy of Trinitarian life. ത്രിത്വത്തിൽ നമ്മളെ പങ്കാളികളാക്കുകയാണ്. ത്രിത്വത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ വെളിപ്പെടുത്തലിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുകയാണ്. This gift of grace that God gives us is His own life. ദൈവിക ജീവിതത്തിൽ നമുക്ക് പങ്ക് പറ്റുകയാണ് നമ്മൾ. Infused by the Holy Spirit into our souls to heal them of sin and to sanctify us. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. പരിശുദ്ധ ത്രിത്വത്തിന്റെ ആ പ്രവർത്തനം, മനോഹരമായ പ്രവർത്തനം ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കുകയാണ് കേട്ടോ. This is the sanctifying or deifying grace we receive in baptism. വിശുദ്ധീകരിക്കുന്ന, deifying, ദൈവമാക്കുന്ന, വിശുദ്ധീകരിക്കുകയാണ് നമ്മളെ. അതുകൊണ്ടാണ് അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധീകരിക്കുകയാണ്, നമ്മളെ ദൈവങ്ങളാക്കുകയാണ്. ദൈവങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന എന്താർത്ഥമാണെന്ന് നമുക്കറിയാം. Deifying grace we receive in baptism. It is a gift of His life that God makes to us, and in turn we become new creation. ഇതോടെ നമ്മൾ പുതിയ സൃഷ്ടികളായിട്ട് മാറുന്നു. 2 Corinthians 5:17-18. So for anyone who is in Christ, there is a new creation. ക്രിസ്തുവിലായിരിക്കുന്ന എല്ലാവരും ഒരു പുതിയ സൃഷ്ടിയാണ്. The old order is gone and new being is there to see. പഴയത് കടന്നുപോയി, പുതിയത് കടന്നു വന്നിരിക്കുന്നു. It is all God's work. He recognized us to Himself. He reconciled us to Himself through Christ, and He gave us the ministry of reconciliation. നമുക്ക് അവനുമായി നമ്മളെ അനുരഞ്ജനത്തിന്റെ ദൗത്യവും കുദാശയും നമുക്ക് നൽകി. God was in Christ reconciling the world to Himself. ക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തെ റിക്കൺസൈൽ ചെയ്യുകയായിരുന്നു, അനുരഞ്ജനപ്പെടുത്തുകയായിരുന്നു. നോട്ട് ഹോൾഡിങ് എനിവൺസ് ഫോൾട്ട് അഗെയിൻസ്റ്റ് ദം. നമ്മുടെ കുറ്റങ്ങളെ നമുക്കെതിരെ അവൻ ഉപയോഗിച്ചില്ല, നമുക്കെതിരെ ആരോപിച്ചില്ല. ബട്ട് എൻട്രസ്റ്റിംഗ് ടു us the message of reconciliation. പശ്ചാത്താപത്തിന്റെ സന്ദേശമാണ് നമുക്ക് നൽകിയത്. നമുക്ക് ഈ ഒരു വാചകം കൂടെ പറഞ്ഞ് നിർത്താം. ദൈവത്തിന്റെ അതേ ഛായയിലാണ് നമ്മളെ അവൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടിച്ചത്. അത് നമുക്കറിയാം. ആദ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഛായയിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. ക്രിസ്തുവോ ബിഗോട്ടൻ ഓഫ് ദ ഫാദർ. നമ്മൾ ഒത്തിരി വിശദമായിട്ട് മോണോജനസ് പഠിച്ച സമയത്ത് പഠിച്ചതാണ്, അതുകൊണ്ട് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, നമുക്ക് കടന്നു പോകാൻ വേണ്ടി. ഈശോ ആണ്, ഹി ഇസ് ദ ഇമേജ് ഓഫ് ദ ഫാദർ വൈൽ വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ദ ഫാദർ. ഈ ഒരു വാചകമാണ് യഥാർത്ഥത്തിൽ ഈ മുഴുവൻ പാസേജിന്റെയും കേന്ദ്രം എന്ന് പറയുന്നത്. ഈശോ മോണോജനസ് ആണ്, ഹി ഇസ് ദ ഇമേജ് ഓഫ് ദ ഫാദർ.
എന്താണോ പിതാവ് അത് തന്നെയാണ് പുത്രൻ. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറയുന്നത് ആലങ്കാരികമായി പറയുന്നതല്ല. കാരണം അത് തന്നെയാണ്, ഒരു മാറ്റവുമില്ല അതിന്. ഒരേ സത്ത എന്ന് നമ്മൾ പറയുന്നത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക സത്തയാണ് എന്ന് പറയുന്നത്. ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഫാദർ. നമ്മളോ വി ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ദ ഫാദർ. അതുപോലെയാണ്, അതാണ് എന്ന് പറയുന്നത് തമ്മിലുള്ള മാറ്റം. ദൈവത്തിന്റെ ഛായയിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. രണ്ടുപേരും മനുഷ്യരല്ലേ എന്ന് ചോദിച്ചാൽ അവൻ മനുഷ്യനാണ്, പക്ഷെ ഒന്ന് ദൈവമാണ്. മനുഷ്യരായ ബാക്കിയുള്ള നമ്മളെല്ലാവരും ദൈവത്തിന്റെ ഛായയിലാണ്. അതുപോലെയും അത് തന്നെയും എന്നുള്ള മാറ്റം. In the new creation, Christ gives us through his own life rebirth into permanent sonship. അപ്പൊ ക്രിസ്തുവിൽ പങ്കുചേരുന്നതിലൂടെ, ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേരുന്നതോടുകൂടി ഈ പുത്ര സ്വീകാര്യതയിൽ നമുക്കും പങ്ക് പറ്റുന്നു. 1 യോഹന്നാൻ 1:3 ഇങ്ങനെ രേഖപ്പെടുത്തുന്നു: യു മസ്റ്റ് സീ വാട്ട് ഗ്രേറ്റ് ലവ് ദ ഫാദർ ഹാസ് ലാവിഷ്ഡ് ഓൺ us by letting us be called God's children, which is what we are. ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശം അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മൾ അങ്ങനെ തന്നെയാണ് താനും. നമ്മൾ അങ്ങനെ തന്നെയാണ് താനും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടു. ഇപ്പോൾ വി ആർ നോ ലോങ്കർ ജസ്റ്റ് കോൾഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ബൈ വെർച്യൂ ഓഫ് ബീയിങ് പാർട്ട് ഓഫ് ഹിസ് ക്രിയേഷൻ. അവൻ സൃഷ്ടിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല ദൈവപുത്രന്മാരെന്ന് നമ്മളിപ്പോൾ വിളിക്കപ്പെടുന്നത്. വി ആർ ചിൽഡ്രൻ ഓഫ് ഗോഡ് ബൈ വെർച്യൂ ഓഫ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് വിച്ച് യുണൈറ്റ്സ് us in our rebirth, anothen from above to God his children. ഉന്നതങ്ങളിൽ നിന്ന് ജനിച്ചിരിക്കുന്നത് പോലെ ക്രിസ്തുവിന്റെ രക്തത്തിൽ പങ്കുചേരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ സത്യമായും ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നതിനുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തീയതയുടെ കത്തോലിസിസത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 11 പിയൂസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അവേഴ്സ് ഈസ് എ റിലീജിയൻ ഓഫ് ഡിവൈൻ സൺഷിപ്പ്. വി ആർ മെയ്ഡ് പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. ഒന്നും വിസ്തീർണ ആവശ്യമുള്ള സംഗതിയല്ല. നമ്മുടെ ദൈവിക പുത്ര സ്വീകാര്യതയാണ് നമ്മുടെ മതം എന്ന് പറയുന്നത്. ദൈവികതയിൽ, ദൈവ സ്വഭാവത്തിൽ, ദൈവികതയിൽ പങ്കുകാരാക്കുവാനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 2 പത്രോസ് 3:4 പറയുന്നു: ബൈ ഹിസ് ഡിവൈൻ പവർ ഹി ഹാസ് ലാവിഷ്ഡ് ഓൺ us all the things we need for life and for true devotion, through the knowledge of him who has called us by his own glory and goodness. Through these the greatest and priceless promises have been lavished on us, that through them you should share the divine nature and escape the corruption and rife in the world through disordered passion. ക്രിസ്തുവിൽ പങ്കുചേരുന്നതിനോടുകൂടി മാത്രമാണ് നമുക്ക് രക്ഷ സംലഭ്യമാകുന്നത്. ഇതിന് ഇവിടെ മുതലുള്ളത് നമുക്ക് അടുത്ത ദിവസം തുടരാം. നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ നിർത്താം. ഓക്കെ, എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ നമുക്ക് അത് ഇപ്പോൾ തീർക്കാം. അതിനുശേഷം നമുക്ക് അവസാനിപ്പിക്കാം.